ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണ്, അതുപോലെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ല, ഒരു ഫംഗ്ഷൻ നെയിമിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഉദാഹരണം, ഞാനിവിടെ MSG-FN എന്ന് കൊടുക്കുന്നു. ഇവിടെ ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കർലി ബ്രാക്കറ്റ് ഇട്ട് ഇവിടെ ഞാൻ console.log hello FN എന്ന് കൊടുത്തു. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇനി നമുക്ക് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണെന്ന് പറയാം. ഫംഗ്ഷൻ എക്സ്പ്രഷന് നമുക്കൊരു വേരിയബിൾ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ലെറ്റ് ഒരു വേരിയബിളിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇവിടെ MSG ഞാൻ EXP എന്ന് പറയുന്നു, ഈക്വൽ. അതിനുശേഷം നമുക്ക് ഈ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് രണ്ടിടത്തും ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ console.log hello EXP എന്ന് കൊടുക്കുന്നു. വ്യത്യാസം ക്ലിയർ ആക്കി തരാം. ഇവിടെ നമുക്ക് ഒരു വേരിയബിളിൻ്റെ ആവശ്യമുണ്ട് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അതേസമയം ഫംഗ്ഷൻ ഡിക്ലറേഷന് നമുക്കൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ല. ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റു കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ഫംഗ്ഷൻ എക്സ്പ്രഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് എപ്പോഴാണ് എക്സിക്യൂട്ട് എന്ന് വെച്ചാൽ, ഇൻ്റർപ്രറ്റർ ഈ കോഡ് എത്തുമ്പോൾ മാത്രമായിരിക്കും ഈ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഹോയിസ്റ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പിൽ ഏറ്റവും മുകളിലോട്ടായിരിക്കും ഇത് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. അതേസമയം ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഹോയിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഇനി മറ്റൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രത്യേകത കൊണ്ട് നമുക്കൊരു ഫംഗ്ഷൻ ഡിക്ലറേഷന് എവിടെ നിന്ന് വേണേലും കോൾ ചെയ്യാം. ഫംഗ്ഷൻ ഡിക്ലറേഷന് മുമ്പ് തന്നെ നമുക്കത് കോൾ ചെയ്യാം. ഉദാഹരണം, ഞാനിവിടെ MSG-FN ഇവിടെ കോൾ ചെയ്യുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ റിസൾട്ട് അത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ FN എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ആക്ടിവിറ്റി നമുക്ക് ഈ എക്സ്പ്രഷനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ MSG എക്സ്പ്രഷൻ ഒന്ന് പ്രിൻറ്റ് ചെയ്യുക, പക്ഷേ ഇത് നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. ഇതാണ് ഒരു മെയിൻ വ്യത്യാസമാണ്. കണ്ടോ, ഇപ്പം നമുക്കത് എറർ വന്നു. ഫംഗ്ഷൻ എക്സ്പ്രഷൻ എപ്പോഴാണ് കോൾ ചെയ്യാൻ പറ്റുന്നത്? ആഫ്റ്റർ ഈ ഇൻ്റർപ്രറ്റർ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ അത് എറർ ഉണ്ടാകില്ല. ഇൻ്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഫംഗ്ഷൻ എക്സ്പ്രഷനും അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷനും തമ്മിലുള്ള വ്യത്യാസം.